വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പോപ്കോൺ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇനി മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടർ മിൽക്കാണ്. 1/4 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക. ബട്ടർ മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. പാല് തിളപ്പിച്ചിട്ട് നന്നായി തണുത്തതിന് ശേഷം 1 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വൈറ്റ് വിനാഗറോ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ മിൽക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്, കാരണം ബട്ടർ മിൽക്കിൽ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. ഇനി ഇതൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചെറിയ പീസസ് ആയതുകൊണ്ട് ഒരുപാട് സമയം വെക്കേണ്ടതില്ല, 1 മണിക്കൂർ തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് കിട്ടും. നന്നായി കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ചിക്കൻ കോട്ടിംഗ് ചെയ്യാനായിട്ടുള്ള പൗഡർ മിക്സർ തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് കളറിന് വേണ്ടിയിട്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് കോട്ടിങ് ചെയ്തെടുക്കണം. 2 കോട്ടിങ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ കോട്ടിങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഓരോ പീസസ് ആയിട്ട് ഈ പൗഡറിലോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, അങ്ങനെയാകുമ്പോൾ ഇത് കട്ട പിടിച്ചു പോകും കേട്ടോ. ഇനി ഇതുപോലെ പൗഡർ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനെല്ലാം ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റത്തെ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടാമതൊന്നും കൂടി കോട്ട് ചെയ്തെടുക്കണം. എന്നാലാണ് പുറമേ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ചിക്കൻ്റെ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. അതിനായിട്ടൊരു ബൗളിലോട്ട് നല്ല തണുത്ത വെള്ളം എടുക്കുക. എന്നിട്ട് ചിക്കൻ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് പൗഡറിലോട്ട് വീണ്ടും ഇട്ടിട്ട് ഇതൊന്നും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കണം. ചിക്കനിൽ ഒരുപാട് പൗഡർ പറ്റി പിടിച്ചിരിക്കരുത്. ഇപ്പോൾ രണ്ടാമത്തെ കോട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ വറുത്ത് കോരാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ കോൺ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക. ഇനി ഈ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയം ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചത് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഇടുന്ന സമയത്ത് നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ടായിരിക്കണം, എന്നാലാണ് ആ ചിക്കനിലുള്ള പുറമേയുള്ള ആ ഒരു ക്രിസ്പിനെസ് വരത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.